നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് നവ്യ കാറിൽ വന്ന് ഇറങ്ങോട. ഈ സമയത്ത് ബാൽക്കണിയിൽ നിന്നിട്ട് അഭിയും ജലജയും കണ്ടു. പെട്ടെന്ന് ജലജ പറഞ്ഞു, എടാ വന്നടാ വന്നെന്ന് പറഞ്ഞു. അഭി പറഞ്ഞു, ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. എന്ത് ചെയ്യാനാ, നീ മുറിയിലേക്ക് പോയി ഇരിക്കാൻ പറഞ്ഞു. അമ്മ മുറിയിൽ പോയി ഇരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പേടിയാന്ന് പറഞ്ഞു. എടാ നീ ഒരു നേർച്ചക്കോഴിയെ പോലെ പോയി അവിടെ ഇരുന്നാ മതി. അമ്മ അവളെല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടാ വരുന്നെങ്കിൽ എന്നെ കൊല്ലൂന്ന് പറഞ്ഞു. എടാ അതാടാ പറഞ്ഞത്, ഒരു നേർച്ചക്കോഴിയെ പോലെ പോയിരിക്കാന്. അവളെ ഉറപ്പായിട്ടും വന്നിട്ട് നിന്നെ കൊന്നോളൂന്ന് പറഞ്ഞു. അബിക്ക് ആകെപ്പാട് ടെൻഷനായി. പിന്നീട് നവ്യാണെങ്കിൽ എല്ലാം തകർന്ന് തരിപ്പണമായി മട്ടില് ഹാളിലേക്ക് വരുവാണ്. ഈ സമയം മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിയും ദേവേനയും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നവ്യയെ കണ്ടു കഴിഞ്ഞപ്പോ മുത്തശ്ശി ചോദിച്ചു, മോളെ നീ ഇത് എവിടെ പോയതാന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ അമ്മയെ കാണാൻ പോയതാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ മുത്തശ്ശി ചോദിച്ചു, അല്ല നിന്റെ അമ്മ എന്ത് പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പോഴേക്കും നവ്യ പറഞ്ഞു, ഞാനും എൻ്റെ അമ്മയും തമ്മിലുള്ള സംസാരത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയേണ്ട കാര്യമുണ്ടോ എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞെന്ന് അറിയേണ്ട കാര്യമില്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ആ സമയം ദേവേന് പറഞ്ഞു, അവളുടെ മട്ടും ഭാവം കണ്ടിട്ട് എല്ലാം അറിഞ്ഞ മട്ടാന്ന് പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു, ഇനിയിപ്പൊ എന്ത് ചെയ്യും? മുത്തശ്ശൻ പറഞ്ഞു, എന്ത് ചെയ്യാനാ, വരുന്നിടത്ത് വെച്ച് കാണാന്ന് പറഞ്ഞു. അല്ലാതെ ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു, ആദർശം നയനെ ഈ വീട് വിട്ടു പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ സഹിച്ചു, അതുപോലെ ഇതും സഹിക്കേണ്ട വരുമെന്ന് എനിക്ക് തോന്നുന്നേ. ദേവേനി പറഞ്ഞു, മിക്കവാറും ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രശ്നമില്ലായിരുന്നു. ചിലപ്പോൾ അവളുടെ കാര്യമായതുകൊണ്ട് എത്ര വലിയ ദുരന്തം സംഭവിക്കാൻ പോണേന്നും അറിയത്തില്ല. ഇനിയിപ്പോ എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. മുത്തശ്ശൻ പറഞ്ഞു, എങ്ങനെയായാലും അതൊക്കെ അവൻ വരുത്തി വെച്ചേക്കുന്ന അഭി അവന്റെ കയ്യിലിപ്പോണ്ട് സംഭവിച്ചു പോയതാ. നമുക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിലും കനകയും ഗോന്തനും ഒക്കെ കുറെ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോയതാ. ഇപ്പൊ അവർക്കും വല്ലാത്ത ബുദ്ധിമുട്ടായി തുടങ്ങി. കാരണം നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുമല്ലോ നവ്യ. അതുകൊണ്ട് സഹി ഇട്ട് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞാന്ന് പറഞ്ഞു. അതേസമയം നവ്യ ആകെപ്പാടെ തകർന്ന മട്ടില് മുറിയിലേക്ക് ചെല്ലുവാണ്. ഈ സമയം അഭി ഇങ്ങനെ ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അങ്ങനെ നവ്യ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അഭി എഴുന്നേറ്റിടിച്ചു, നവ്യെ നീ എത്ര സമയം പോയിട്ട്, നിന്നെ കാണാതെ ഞാൻ ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു പറഞ്ഞു. നവ്യനും മറുപടി ഒന്നും പറഞ്ഞില്ല. എന്താ നീ ഒന്നും പറയാത്തെ? അമ്മയെ കാണാൻ പോയിട്ട് എന്തായി? അമ്മ എന്തു പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പോഴേക്കും നവ്യ അഭിനെ ഒന്ന് നോക്കി, എന്നിട്ട് പറഞ്ഞു, തൽക്കാലത്തേക്ക് നീ എന്നോടൊന്നും ചോദിക്കരുതെന്ന് പറഞ്ഞു. എന്താ നവ്യ, എന്താന്ന് ചോദിച്ചു. ദേ എന്നോടൊന്നും പറയണ്ട, ചോദിക്കണ്ടെന്നല്ല നിന്നോട് പറഞ്ഞേ എന്നും പറഞ്ഞുകൊണ്ട് നവ്യ ദേഷ്യപ്പെട്ട് ആ ബെഡിലേക്ക് ഇരിക്കുകയാണ്. എന്റെ ദൈവമേ, ഇവള് സത്യങ്ങളൊക്കെ അറിഞ്ഞെന്നാ തോന്നേ. ഇവളോട് എങ്ങനെ എന്താ ചോദിക്കുന്നേ? കട്ടക്കൽപ്പിലാണല്ലോ. അഭിക്ക് ആകെപ്പാടെ വല്ലാതെയായിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ആ സമയത്ത് കനകയും നയനെ ആദർശമൊക്കെ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആദർശം പറഞ്ഞു, എന്തിനാ അമ്മ സത്യങ്ങളൊന്നും തുറന്നു പറയാൻ പോകണ്ടായിരുന്നു പറഞ്ഞു. മോനെ, തുറന്നു പറയാതിരുന്നിട്ടുണ്ട് എങ്ങനെയാ ശരിയാവുന്നേ? എത്ര നാളായി ഇങ്ങനെ കള്ളത്തരം കാണിച്ചിട്ട് നടക്കുന്നേ? ഇനിയെങ്കിലും സത്യങ്ങൾ വെളിച്ചത്ത് വരണ്ടേന്ന് ചോദിച്ചു. എന്റെ മോൻ കുറ്റക്കാരനായിട്ട് ഇരിക്കുമായിരുന്നല്ലോ. അത് സാരമില്ലമ്മേ, ഞാൻ ഇനിയും കുറ്റക്കാരനായിട്ടിരുന്നേനം. ഒരു പക്ഷേങ്കില് നവ്യ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ദുരിതം ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ മുത്തശ്ശനും മുത്തശ്ശിയും എന്റെ വീട്ടിലുള്ളവർ പോലും ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച ഇത്രയും നാളും. കനക പറഞ്ഞു, അതെ മറച്ചു വെച്ചു, പക്ഷേ എനിക്കും ഗോവിന്ദനും ഇതങ്ങോട്ട് സഹിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നയന പറഞ്ഞു, അല്ല അച്ഛന് ഇന്ന് താല്പര്യം ഇല്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അച്ഛന് താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എങ്കിൽ നിന്റെ അച്ഛന് ഇനി ഇത് നവ്യ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നോർത്താ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നേ. ഞാനും കുറെയൊക്കെ ആലോചിച്ചു പറയണോ വേണ്ടോന്ന്. പിന്നെ ആലോചിച്ചു പറഞ്ഞേക്കാന്ന്. അല്ല, പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് അമ്മയ്ക്ക് ഒരു വാക്ക് ഞങ്ങളോട് ചോദിക്കാൻ മേലായിരുന്നോ? ഇതാപ്പം നന്നായത്. ചോദിച്ചിട്ടുണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ വേണ്ടാന്ന് പറയും. അതുകൊണ്ടല്ലേ ഞാൻ ചോദിക്കാതിരുന്നേ. ഇന്നല്ലെങ്കിൽ നാളെ അവള് കാര്യങ്ങളൊക്കെ അറിയണം. കാരണം ആ അബി എന്ന് പറയുന്ന ഒരു ചതിയന്റെ കൂടെ ജീവിതം തീർക്കാനുള്ളതല്ല. ഇങ്ങനെ ചതിച്ച് ജീവിക്കുന്നവന്റെ കൂടെ എന്തിനാ അവള് ജീവിക്കുന്നേ? അതിന്റെ ആവശ്യമില്ലോ എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ നയന പറഞ്ഞു, അല്ലമ്മേ, എന്നാലും ഇനിയിപ്പൊ ഇതിന്റെ പേരിൽ എന്തൊക്കെ ദുരന്തങ്ങൾ ഉണ്ടാകാൻ പോകുന്ന ആര് കണ്ടു? എന്ത് വെള്ളം സംഭവിക്കട്ടെ, ഞാനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അല്ലെങ്കിലും ഇത്രയും കാലം ഇതൊക്കെ ഒളിപ്പിച്ചു വെച്ചില്ലേ എന്നൊക്കെ കനക പറഞ്ഞു. കനകയ്ക്ക് യാതൊരു കൂസലും ഉണ്ടായിരുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അഭി ആകെപ്പാടെ ടെൻഷൻ അടിച്ച് ജലജയുടെ അടുത്തേക്ക് വന്നു. എടാ എന്തായടാ? എന്റെ അമ്മ അവള് മുറിയിലേക്ക് വന്നിട്ടൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. പറയുന്നില്ലെന്നോ? അതെ, ഭയങ്കര ദേഷ്യത്തിലാ. എന്നോട് കാര്യമായിട്ടൊന്നും സംസാരിച്ചില്ല. ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എന്നോടൊന്നും ചോദിക്കേണ്ടെന്നൊക്കെ പറഞ്ഞു. എടാ എങ്കിൽ അപകടമാന്ന് പറഞ്ഞു. അതെ, അതെനിക്ക് തോന്നേ. അവളെല്ലാം അറിഞ്ഞ മട്ടില്ല ഉള്ള സംസാരമാന്ന് പറഞ്ഞു. പക്ഷെ ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല അമ്മേ. അവള് മിക്കവാറും എന്നെ തീർക്കുന്ന ലക്ഷണം കാണുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്യ, മുറിയിലുള്ള എന്തേലും കത്തിയോ അല്ലെങ്കിൽ ബ്ലേഡോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് എടുത്ത് മാറ്റാൻ പറഞ്ഞു. അമ്മേ, അതൊക്കെ ഞാൻ എടുത്തു മാറ്റി. എടാ, ഒരു മുട്ടുസൂചി പോലും കാണല്ല, അറിയാലോ. അതൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ടമ്മേ.
പക്ഷേങ്കിൽ അവൾ ഒരു കാര്യം തീരുമാനിച്ചാൽ തന്നെയാ. സാധാരണ പെൺകുട്ടികളെ പോലെ ചിന്തിക്കുന്ന ഒരു സ്വഭാവം അല്ലല്ലോ അവൾക്ക്. അവൾക്കാണെങ്കിൽ വല്ലാത്തൊരു സ്വഭാവ, വെട്ടൊന്നും മുറിയണമെന്നുള്ള സ്വഭാവ. അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ടെന്ന് പറഞ്ഞു. ഉം. അത് കേട്ടപ്പോ ജലജ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അമ്മേ, ഞാൻ എങ്ങോട്ടേക്ക് പോവാനാ? എടാ, എങ്ങോട്ടേക്ക് ഓടിയിട്ട് കാര്യമൊന്നുമില്ല. തൽക്കാലം അവളുടെ മുന്നിൽ പോയി പിടി കൊടുക്കാൻ നിൽക്കുക, ഒഴിഞ്ഞു മാറി നടക്കുക, അത് മാത്രമേ രക്ഷയുള്ളെന്ന് പറഞ്ഞു. അല്ലാതെ ഒരു കാരണവശാലും അവളുടെ മുന്നിലേക്ക് ചെന്ന് നിന്ന് കൊടുത്തിട്ട് പണി മേടിച്ചു കിട്ടിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് നവ്യ ഇങ്ങനെ ആലോചിച്ചു. നവ്യ ഇങ്ങനെ കുറെ സമയം ആലോചിച്ചിട്ട് താഴെ ഹാളിലേക്ക് ഇറങ്ങി വരുമ്പോൾ ചന്തുമോൾ ഇരിക്കുന്ന കണ്ടു. പെട്ടെന്ന് ചന്തുമോളെ അഭിയെ ഒന്ന് മനസ്സിൽ ഒത്തു നോക്കുകയാണ്. അവന്റെ ഷേപ്പ് ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ്. എന്തോ നവ്യക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ചന്തമോളെ രൂക്ഷമായിട്ട് നോക്കുന്ന കണ്ടപ്പോ പാവം കുഞ്ഞ് നവ്യോട് ചോദിച്ചു, അല്ല എന്താ എന്നെ ഇങ്ങനെ നോക്കണേ, ഇങ്ങനെ തുറച്ചു നോക്കണേ എന്താന്ന് ചോദിക്കണം. നവ്യ ശരിയെന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് മാറി. നവ്യക്കാണ് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ മുറിയിലേക്ക് വീണ്ടും കയറി പോണ സമയത്ത് നവ്യ ഇങ്ങനെ ചിന്തിക്കുക, കുറച്ച് നാളുകൾക്ക് മുമ്പ് ചന്തമോളെ കൊണ്ട് അവൻ പുറത്തു പോയിട്ടുണ്ടായിരുന്നു. താൻ ഓടി ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവന് പെട്ടെന്ന് തന്നെ അവളെ കൊണ്ട് പോയി. പക്ഷെ താൻ തിരികെ വന്നു കഴിഞ്ഞപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പം അവന് വല്ലാത്തൊരു ന്യായങ്ങളും കാര്യങ്ങളൊക്കെയാ പറഞ്ഞത്. എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാ, അവന്റെ മോളാണ് ചന്തു. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. പിന്നീട് ഇങ്ങനെ തോന്നി, ശരിയാ, ചില കാര്യങ്ങളൊക്കെ ചെയ്തേ മതിയാവുള്ളൂ എന്നൊക്കെ മനസ്സ് വിചാരിച്ചു. മുറിയിലേക്ക് കയറി വന്നിട്ട് ഇങ്ങനെ കുറെ സമയം ഇരുന്ന് ആലോചിച്ചു. പിന്നീട് നേരെ അടുക്കളയിലേക്ക് എല്ലുവാണ്. അടുക്കളയിൽ ചെന്നിട്ട് ഒരു കത്തി എടുത്തുകൊണ്ട് നേരെ മുറിയിലേക്ക് വന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു പേപ്പർ എടുത്ത് അത്തേലേക്ക് ഇങ്ങനെ എഴുതുവാണ്. എല്ലാത്തിനും നന്ദിയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എഴുതി. എന്നിട്ട് ആ കത്തി എടുത്തിട്ട് കയ്യിലെ ഞരമ്പ് കട്ട് ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. എന്ത് ചെയ്യണമെന്ന് പോലും നവ്യക്ക് അറിയണ്ടായിരുന്നില്ല. നവ്യ ആകെപ്പെടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു. കതക് പോയി കുറ്റിയിട്ടിട്ട് വന്നിങ്ങനെ കത്തിയെടുത്ത് ഞരമ്പ് കട്ട് ചെയ്യാൻ തുടങ്ങുവാണ്. അപ്പോഴാണ് കുഞ്ഞ് കിടന്ന് കരയണേ. കുഞ്ഞിന്റെ കരച്ചിൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് നവ്യ ആ കത്തി അവിടെ ഇട്ടിട്ട് ചാടി എഴുന്നേറ്റ് കുഞ്ഞിനെ പോയി എടുക്കുവാണ്. കുഞ്ഞിനെ പോയി എടുത്ത് വാരിയെടുത്ത് കുറെ ഉമ്മയൊക്കെ വെച്ചു. കുഞ്ഞ് വല്ലാതെ കരയുന്നുണ്ടായിരുന്നു. ഒടുവില് കുഞ്ഞിനെ ഉറക്കി കുഞ്ഞിനെ ഉറക്കി കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞ് പിന്നെ കരഞ്ഞില്ല. ആ സമയത്ത് നവ്യ ഇങ്ങനെ ആലോചിക്കുവാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നവ്യ വീണ്ടും ആ കത്തി പോയി എടുത്തു. ആ കത്തി എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും നവ്യക്ക് തോന്നി താനിത് ചെയ്യണോ എന്നൊക്കെ ഓർത്തു. പിന്നീട് നവ്യയുടെ മനസാക്ഷി നവ്യയോട് ചോദിക്കുന്ന പോലെ നവ്യക്ക് തോന്നി, 99% അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാവാനാണ് ചാൻസ്. അല്ല, അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാവാനാണ് ചാൻസ്. പിന്നെ 1% ചിലപ്പം അവൻ കുറ്റക്കാരനായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെങ്കിൽ ഈ പറയുന്ന ആദർശേണ്ടൊക്കെ അവനെ തെറ്റുകാരനാക്കാനായിട്ട് ശ്രമിച്ചതാണോ, താനും അവനും തമ്മിലുള്ള നല്ലൊരു ബന്ധം ഇല്ലാതാക്കാണ്ട് ശ്രമിച്ചാണോ, അതും പറയാൻ പറ്റില്ല. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ നവ്യക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ചിലപ്പോൾ അങ്ങനെ ആവാനും ചാൻസ് ഉണ്ട്. അത് ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും നവ്യ ഒരു നിമിഷം ഇങ്ങനെ ചിന്തിക്കുകയാണ്. പിന്നീട് നവ്യ കത്തി എടുത്തിട്ട് ഇങ്ങനെ അത്തിലേക്ക് തൂക്കിയിട്ട് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക, അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷെ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം അവന്റെ നെഞ്ചിലാണ് കത്തി കുത്തി ഇറക്കണ്ടേ, എന്നിട്ട് തനിക്ക് എന്തെങ്കിലും സംഭവിക്കാൻ പാടുള്ളൂ. എന്നിട്ട് പിന്നെ താനും തീരണം, അവനെ തീർക്കണം. ആദ്യം അതാ ചെയ്യണ്ടേ. ഒരുപക്ഷെ ചന്തമോൾ അവന്റെ കുഞ്ഞാണെങ്കിൽ ആദ്യം അവനെയല്ലേ തീർക്കണ്ടേ, അല്ലാതെ പിന്നെ ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ എന്നൊരു ചിന്തയൊക്കെ നവ്യയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അങ്ങനെ നവ്യ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുകയാണ്, എന്താ ചെയ്യണ്ടേ, സത്യങ്ങൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്ന്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.